എല്ലാവർക്കും നമസ്കാരം. പൂരം സംബന്ധിച്ച് അതിന് രണ്ട് തരത്തിലുള്ള വിശദീകരണങ്ങൾ എനിക്കുണ്ട്. അതിലാദ്യത്തെ വിശദീകരണം എന്ന് പറയുന്നത് പൂരത്തിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ളതിൻ്റെ പ്രാധാന്യമാണ്. രണ്ടാമത്തേത് അതിലെങ്ങനെയാണ് കക്ഷി രാഷ്ട്രീയം അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നതെന്നാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം. അതിൻ്റെ ആദ്യത്തെ ഭാഗത്തെക്കുറിച്ച് ഞാൻ പറയാം. 1790 ആ കൊല്ലം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. 1790 ശക്തൻ തമ്പുരാൻ കൊച്ചി രാജാവായിട്ട് അഭിഷിക്തനാവുന്നത്. 1790 ശക്തൻ തമ്പുരാൻ അന്ന് താമസിച്ചിരുന്നത് തൃപ്പൂണിത്തുറയിലാണ്, തൃശ്ശൂരിലല്ല. അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന സമയത്ത് തൃശ്ശൂരിലുള്ള ഇന്നത്തെ വടക്കേക്കര പാലസ്, തൃശ്ശൂരിലെ ശക്തൻ പാലസ് എന്ന് പറയുന്ന പാലസിൽ ടിപ്പുവിൻ്റെ സേനാനായകന്മാരാണ് താമസിച്ചിരുന്നത്. അവസാനം അത് ബ്രിട്ടീഷുകാരും ടിപ്പുവും തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെ ഭാഗമായി 1792 ഇവിടെ നിന്ന് ടിപ്പുവിൻ്റെ പട്ടാളം ഒഴിഞ്ഞു പോകുന്നത്. ആ 2 വർഷം ശക്തൻ തമ്പുരാൻ യാതൊരു തരത്തിലുള്ള ഉത്തരവുകളും കാര്യമായി പുറപ്പെടുവിച്ചിരുന്നില്ല. അതിന് ഹുക്കും നാമ എന്നാണ് പറയുക, അത്തരം ഉത്തരവുകളെ. 1797 മെയ് മാസം 21 ആദ്യമായിട്ട് തൃശ്ശൂർ പൂരം എന്ന് റെക്കോർഡുകളിൽ കാണുന്നത്. അതിനു മുമ്പ് പൂരമുണ്ടായതായിട്ട് ശക്തതമ്പുരാൻ്റെ ജീവചരിത്രകാരന്മാരോ ഇനി കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ തയ്യാറാക്കിയിട്ടുള്ള സി അച്യുതമേനോൻ, മുഖ്യമന്ത്രി അച്യുതമേനോനല്ല, സി അച്യുതമേനോൻ, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. അപ്പോൾ അച്യുതമേനോൻ്റെ കൊച്ചിൻ സ്റ്റേറ്റ് മാനുവലിലോ അതുപോലെ തന്നെ KP പത്മനാഭമേനോൻ്റെ കൊച്ചി രാജ്യചരിത്രത്തിലോ അതുപോലെ തന്നെ TK കൃഷ്ണമേനോൻ്റെ സ്മരണകൾ, കൊച്ചി സ്മരണകളിലോ ഇതൊന്നും തന്നെ, ഇതൊക്കെ ഏതാണ്ട് 1800 അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. 1790 മുതൽ 1805 വരെ 15 കൊല്ലം മാത്രമേ ശക്തൻ തമ്പുരാൻ ഭരിച്ചിട്ടുള്ളൂ. ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലം അതാണ്. 1805 അദ്ദേഹം തീപ്പെട്ടു. അപ്പം അദ്ദേഹം ഇതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് 1804 രോഗം വരികയും അക്കാലത്ത് അദ്ദേഹം വടക്കേക്കര പാലസിൽ മാറി. കാരണം 1795 വടക്കേക്കര പാലസ് അദ്ദേഹം കൃത്യമായിട്ട് പുതുക്കി പണിയുകയും അവിടെ 2 മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, ടിപ്പുവിൻ്റെ പടനായകൻ സർദാർ ഖാൻ അവിടെ വെച്ചാണ് മരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം 1769 അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്, സാമൂതിരി. ഈ സർദാർ ഖാൻ തൃശ്ശൂർ ആക്രമിക്കാൻ വരുന്ന സമയത്ത് സാമൂതിരി ഈ ഇപ്പോഴത്തെ കൊട്ടാരത്തിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലെ മുറിയിൽ തീ കൊളുത്തി മരിക്കേണ്ടായത് സാമൂതിരി. അത് തീ കൊളുത്തി മരിച്ച സംഗതികൾ നമ്മുടെ ഇവിടെയൊന്നും അതിനെക്കുറിച്ചുള്ള ചരിത്രത്തിലൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ കർമ്മം നടത്തിയിട്ടുള്ള അന്നത്തെ കാലത്തെ നമ്പൂതിരി ഇത് സംബന്ധിച്ചൊന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മരണം ഇങ്ങനെ ഒരു അപമൃത്യു ആയതുകൊണ്ട് ഇങ്ങനെ വേണം അത് ചെയ്യാമെന്നുള്ള ഒരു കുറിപ്പ് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഏകരേഖ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും മറികടക്കാൻ വേണ്ടി ശക്തൻ തമ്പുരാൻ ഈ കൊട്ടാരം, വടക്കേക്കര പാലസ് അദ്ദേഹം പുതുക്കി പണിയുകയും ഇതിന് മുകളിലുള്ള ഒരു മുറി, പ്രത്യേകമായിട്ടൊരു മുറി, താഴത്തെ മുറിയൊന്നും അദ്ദേഹം താമസിച്ചിട്ടില്ല, ആ മുറിയിൽ മാത്രമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒതുങ്ങുകയും ചെയ്തു. ആ മുറിയിൽ തന്നെയാണ് അദ്ദേഹം മരിച്ചതും, ആ മുറിയിൽ തന്നെയാണ്. ആ മരിക്കുന്ന കാലത്ത് അദ്ദേഹം, ഞാൻ പറഞ്ഞതുപോലെ 1804 കൊച്ചിയിലെ അത്തച്ചമയം വരെ അദ്ദേഹം നടത്തിയത് തൃശ്ശൂരിലാണ്. തൃപ്പൂണിത്തുറയിലെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അത്തച്ചമയം ഉണ്ടല്ലോ, അത് അദ്ദേഹം
അസുഖം കാരണം ഇങ്ങോട്ട് കൊണ്ടുവന്ന് അശോകേശ്വരൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് അദ്ദേഹം അന്നത്തെ ഈ അത്തച്ചമയം നടത്തിയത്. അപ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൂരം അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പൂരത്തിൻ്റെ ആദ്യകാലത്ത് ഈ പാറയമേക്കാവുകാരും തിരുവമ്പാടിക്കാരും മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഹുക്കുംനാമയിൽ നിന്നും ഉത്തരവുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അക്കാലത്ത് അദ്ദേഹം ക്ഷേത്രങ്ങൾ പുതുക്കിപ്പണിയുന്നത് സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡുകളിലൊന്നും തന്നെ ഈ മറ്റു ക്ഷേത്രങ്ങളെക്കുറിച്ചൊന്നും പരാമർശമില്ല. പ്രത്യേകിച്ചും ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിനെക്കുറിച്ചാണ് അതിൽ കൂടുതലായിട്ട്. ഇരിങ്ങാലക്കുട ക്ഷേത്രം, അവരുടെ ഭരദേവതയിരിക്കുന്ന പഴയന്നൂർ ക്ഷേത്രം, അന്തിമഹാകാളൻ ക്ഷേത്രം, അങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട്. അതിലൊന്നും ഈ ക്ഷേത്രങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ പാറയമേക്കാവ് തിരുവമ്പാടി വിഭാഗം നടത്തുന്ന ഈ പൂരത്തിന് ആകർഷണീയത ഇല്ലാതെ വന്നപ്പോഴാണ് മറ്റു ദേവസ്വങ്ങളെ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. അതിനൊരു കഥയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് മഴ മൂലം പൂരം അങ്ങോട്ട് പുറപ്പെടാൻ പറ്റാത്തതാവാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കഥയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരു വസ്ത്രമലക്കുകാരൻ്റെ ഒരു വീട്ടിൽ കയറി അവർക്ക് അയിത്തം കൽപ്പിച്ചതുകൊണ്ട് ചിലപ്പോൾ അവർ വേണ്ട എന്ന് പറഞ്ഞതാവാം, ആറാട്ടുപുഴക്കാർ പറഞ്ഞതാവാം. ഏതായാലും ആ പൂരങ്ങളൊക്കെ തൃശ്ശൂരിലേക്ക് വന്നു. ഈ മറ്റൊരു കണക്കനുസരിച്ച്, ഒരു കുത്തുമുക്ക എന്ന് പറയുന്നൊരു കണക്കനുസരിച്ച് കുട്ടനെല്ലൂർ പൂരം വരുന്നത് പിന്നെയും 16 കൊല്ലം കഴിഞ്ഞിട്ടാണ്. കുട്ടനെല്ലൂർ അതുപോലെ വളർക്കാവ് ദേവിയും 6 അമ്പലങ്ങളിൽ കുട്ടനെല്ലൂർ പൂരം അക്കാലത്ത് തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കുകയും പിന്നീട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ പൂരത്തിൻ്റെ ആദ്യത്തെ തുടക്കത്തിലുള്ളൊരു വികാസം എന്ന് പറയുന്നത്. ആധുനിക കാലത്ത് ഈ പൂരം ഗംഭീരമായി നടന്നു എന്നുള്ളൊരു റിപ്പോർട്ട് പോലും നിങ്ങൾക്ക് 1900 വരെ മലയാളത്തിലെ ഒരു പത്രത്തിലുമില്ല. അന്ന് മലയാളത്തിലധികം പത്രങ്ങളൊന്നുമില്ല. പക്ഷേ നസ്രാണി ദീപികയുണ്ട്, കാലിക്കറ്റിൽ സ്പെക്ടേറ്റർ എന്നുള്ള ഗസറ്റ് ഉണ്ട്, കാലിക്കറ്റ് ഗസറ്റിൻ്റെ സ്പെക്ടേറ്റർ ഉണ്ട്, മിതവാദി കൃഷ്ണൻ്റെ മിതവാദി ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളമിത്രമുണ്ട് കൊച്ചിയിൽ നിന്ന്. ഇതിലൊന്നിലും ഇത്ര മഹത്തായതാണ് ഈ പൂരമെങ്കിൽ ആ പൂരത്തിനെ കുറിച്ചിട്ടുള്ള യാതൊരു പരാമർശവുമില്ല. ഈ പൂരം ഗംഭീരമായി നടന്നു എന്ന് ഒരു വ്യക്തമായിട്ടുള്ളൊരു റിപ്പോർട്ട് വരുന്നത് 1903 മലയാള മനോരമയിലാണ്. 1903 മലയാള മനോരമ പത്രത്തിലാണ് ഈ ആദ്യമായിട്ട് ഈ പൂരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് തന്നെ നമ്മൾ കാണുന്നത്. അന്ന് ഈ പൂരത്തിനെ കുറിച്ചിട്ടുള്ള വലിയ ഖ്യാതിയൊന്നുമില്ലെങ്കിലും അതിനനുകൂലമായിട്ടുള്ളൊരു ഘടകം ഉണ്ടാവുന്നത് 1902 ആദ്യമായിട്ട് റെയിൽവേ വന്നതുകൊണ്ടാണ്. 1902 തൃശ്ശൂർക്ക് യാത്രാവണ്ടികളുടെ റെയിൽവേ ജൂണിൽ ആദ്യം അതിൻ്റെ ഒരു തുടക്കത്തിലൊരു പരീക്ഷണ ഓട്ടം ഏപ്രിൽ മാസത്തിൽ നടത്തി. പിന്നീട് അത് മെയ് മാസത്തിലും ജൂൺ മാസത്തിലുമായിട്ട് ആദ്യം ഗുഡ്സ് വണ്ടി വന്നു. 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ യാത്രാവണ്ടി വന്നു. അപ്പോൾ ഈ യാത്രാവണ്ടിയിൽ പൂരം കാണാൻ വന്ന ആളുകൾ പൂരം കാണാൻ ടിക്കറ്റ് കിട്ടാതെ അതാത് സ്റ്റേഷനുകളിൽ കുടുങ്ങിക്കിടക്കുന്നതിനെക്കുറിച്ചാണ് അന്ന് മനോരമയിൽ ആ വാർത്ത വന്നത്. പൂരത്തിന് തിരക്കേറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതി അതിലാണ് വന്നിട്ടുള്ളത്. ഈ കാലങ്ങളിൽ 1904, 1905, 1906 കൊല്ലങ്ങളിലെ റിപ്പോർട്ടുകൾ മുഴുവനും നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ പൂരത്തിന് കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റികളാണ് പൂരം നടത്തിയിരുന്നത്. അന്ന് ദേവസ്വം കമ്മിറ്റികളില്ല. തൃശ്ശൂർ ദേവസ്വം കമ്മിറ്റികളില്ല എന്ന് വെച്ചാൽ പാറയമേക്കാവിനും തിരുവമ്പാടിക്കും അവർക്ക് ദേവസ്വം കമ്മിറ്റികളില്ല. ദേവസ്വം കമ്മിറ്റി ആദ്യമായിട്ടുണ്ടാവുന്നത് 1916 മാത്രമാണ്. ഡോക്ടർ AS പൊതുവാൾ ആദ്യത്തെ പ്രസിഡൻ്റായി 1916 ആദ്യത്തെ കമ്മിറ്റി ഉണ്ടാവുന്നു. എന്നിട്ടും രസമുണ്ട്, 1926 മാത്രമാണ് പാറയമേക്കാവിന് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് പാറയമേക്കാവിന് ഒരു ഭരണഘടന ഉണ്ടാവുന്നത്. 1926 ഭരണഘടന. ഈ ഭരണഘടനയിൽ അവർ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ആ ചിത്രം അതിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഭരണഘടന അനുസരിച്ച് നായർ സമുദായങ്ങൾക്ക് മാത്രമേ അതിൽ പ്രാതിനിധ്യത്തിന് അവകാശമുള്ളൂ എന്ന് അവർ അതിൻ്റെ 11ാമത്തെ ഖണ്ഡികയിൽ കൃത്യമായിട്ട് അവർ എഴുതി വച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ളതാവാം, താഴെയുള്ളതാവാൻ പാടില്ല. അതുകൊണ്ട് ഇതിൽ പരദേശി ബ്രാഹ്മണർക്ക് അതിൽ വിലക്ക് വന്നു, താഴെയുള്ള അവർണ്ണ സമുദായങ്ങൾക്ക് മുഴുവൻ അതിൽ വിലക്ക് വന്നു.
ഇത് തന്നെയാണ് തിരുവമ്പാടി ദേവസ്വം. അത് കണ്ടർ മേനോൻ്റെ സഹോദരൻ മുകുന്ദൻ മേനോൻ പ്രസിഡൻ്റായിട്ട് 1929 ഒരു കമ്മിറ്റി, അവർക്ക് വൈകിയാണ് കമ്മിറ്റി ഉണ്ടായത്, ആ കമ്മിറ്റിയാണ് അവരുടെ ഭരണം ഒക്കെ നടത്തിയത്. ഈ 1920-26 മുതലുള്ള പൂരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് ദേവസ്വങ്ങളും തമ്മിൽ കടുത്ത മത്സരം നടന്നതായിട്ട് കാണാൻ കഴിയും. ആ മത്സരം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയി. അതിൻ്റെ ഒരു ഉദാഹരണം 1927, ഈ കണക്ക് പെട്ടെന്ന് എനിക്ക് ഈ പത്രത്തിൻ്റെ ഒരു ശല്യം ഉള്ളതുകൊണ്ട് ഇത് ഈ ഡേറ്റ് ഇങ്ങനെ വരും. അപ്പോൾ ഈ 27 ഇവിടെ കഥന പൊട്ടിയിട്ട്, ഇവർ കഥന പൊട്ടുന്നതിന് നിയന്ത്രണമില്ല. അപ്പം രണ്ട് കൂട്ടരും മത്സരിച്ച് കഥന വെച്ചു. പാറമേക്കാവാരുടെ ഒരു കഥന പൊട്ടിയിട്ട് കൊച്ചി രാജാവിൻ്റെ ഒരു മകൻ, അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അതിൽ പെട്ടു മരിച്ചു. കേശവൻ എന്ന് പറയുന്ന ഒരാളതിൽ മരിച്ചു. അപ്പം അതിന് ശേഷമാണ് പിന്നീട് ഈ ഒരു രണ്ട് ദേവസ്വങ്ങളും തമ്മിൽ ചെയ്യേണ്ട നിബന്ധനകളെക്കുറിച്ച്, പൂരത്തിന് പങ്കുവെക്കുന്ന ആനകളെ പങ്കുവെക്കുന്നത് സംബന്ധിച്ച്, കഥന വയ്ക്കുന്നത് സംബന്ധിച്ച് 101 കഥനയിൽ കൂടുതൽ പാടില്ല, 15 ആനകളിൽ കൂടുതൽ പാടില്ല എന്ന നിബന്ധനകളൊക്കെ കൊണ്ടുവരുന്നത് ഈ 1927 പിന്നീട് ഇവർ തന്നെ മത്സരിച്ച് പൂരം മുടക്കിയിട്ടുമുണ്ട്, പാറമേക്കാവും തിരുവമ്പാടിയും. അത് തിരുവമ്പാടിക്കും പാറമേക്കാവിനും ഇവിടെ YMA എന്ന് പറയുന്ന സംഘടനയാണ്. പണ്ട് ഈ YMA എന്ന് പറയുന്ന സംഘടന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത യുവാക്കളുടെ ഒരു വലിയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പാണ് ഇവിടെ പ്രദർശനം നടത്തിയിരുന്നത്. ആ പ്രദർശനം നടത്തിയ ഗ്രൂപ്പ് ഇവർക്ക് അർഹമായുള്ള വിഹിതം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ പൂരം മുടക്കി. 61 പൂരം മുടക്കി, 62 പൂരം മുടക്കി, 2 തവണ പൂരം മുടക്കി. അവർ തമ്മിൽ അങ്ങനത്തെ മത്സരം ഉണ്ടായി. ആനയ്ക്ക് വേണ്ടി മത്സരം നടന്നിട്ടുണ്ട്, 2 ആനകൾക്ക് വേണ്ടിയിട്ട് 2 കൂട്ടരും ആനകൾക്ക് വേണ്ടി മത്സരം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അന്നൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള നേതൃത്വത്തിന് നേതൃപരമായിട്ടുള്ള ശേഷി ഉള്ള ആളുകളാണ്. ഇപ്പോൾ കൊട ആദ്യമായിട്ട് തിരുവമ്പാടിക്കാർ കൊട അവതരിപ്പിച്ചു. അത് ഉള്ളാട്ടിൽ കണ്ടർ മേനോൻ എന്ന് പറയുന്ന ഒരു പ്രസിഡൻ്റാണ്. അദ്ദേഹം പുറത്തു പോയിട്ട് രാജസ്ഥാനിലോ മറ്റോ പോയപ്പോൾ അവിടെ രാജാക്കന്മാരെ കൊട ചൂടിയിരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് ഇതൊരു ആശയം പെട്ടെന്ന് മനസ്സിൽ വന്നു. അങ്ങനെ ഇവിടെ വന്ന് അദ്ദേഹം കൊട കൊണ്ടുവന്നു. പാറമേക്കാവർക്ക് അത്തവണ കൊട മാറ്റത്തിൽ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇവർ കൊണ്ടുവന്ന വെല്ലുവിളിക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ പിറ്റേ കൊല്ലം അവർ ഓലക്കൊടയൊക്കെ ചൂടിയിട്ട് അവർ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നീട് അത് ഒരു മത്സരമായിട്ട് മാറുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഇത് നടത്തുന്നുണ്ടെങ്കിലും ഈ പൂരത്തിൽ ഒന്നിലും നിങ്ങൾക്ക് മറ്റ് 8 ഘടകപൂരങ്ങൾക്ക് യാതൊരു റോളുമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം എന്താ, മറ്റ് 8 ഘടകപൂരങ്ങളിലെയും ഭാരവാഹികൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അതാണ് അതിൻ്റെ വ്യത്യാസം. മറ്റ് 8 വിഭാഗങ്ങൾ എന്ന് പറയുന്ന പൂരങ്ങൾ, 8 വിഭാഗം ഉണ്ടല്ലോ പൂരത്തിൽ പങ്കെടുക്കുന്നത്. 10 പൂരങ്ങളാണല്ലോ ഇതിലുള്ളത്. ആ പൂരം കമ്മിറ്റികളിൽ, എല്ലാ പൂരം കമ്മിറ്റികളിലും വളരെ അപൂർവം കമ്മിറ്റി ഒഴിച്ച്, ചെമ്പക്കാവ് അങ്ങനെയുള്ള കമ്മിറ്റികൾ ഒഴിച്ച് ബാക്കി എല്ലാ പൂരത്തിലും, എല്ലാ പൂരം കമ്മിറ്റികളിലും ആ തദ്ദേശീയരായിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഉൾപ്പെടുന്ന കമ്മിറ്റിയാണ് അന്ന് കൃത്യമായിട്ട് അത് ഭരണം നിർവഹിച്ചിരുന്നത്. ഇവർക്കൊക്കെ വടക്കുന്നാഥൻ്റെ മുമ്പിൽ വന്ന് തൊഴുത് പോവുക എന്നല്ലാതെ ഈ പൂരത്തിൻ്റെ കൂട്ടിയെഴുന്നള്ളിപ്പിലോ മറ്റൊന്നിലോ ഇതിലൊന്നൊരു പങ്ക് ഉണ്ടായില്ല. 1943 അന്നത്തെ ദേവസ്വം ആക്ടിൻ്റെ ഒരു ഹിന്ദു ധർമ്മ ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന കൊച്ചിൻ പ്രധാനമന്ത്രി ഇവിടെ ഒരു എല്ലാവർക്കും വേണ്ടിയിട്ടൊരു പൂരം നടത്തണം എന്നുള്ളൊരു ആശയം കൊണ്ടുവരേണ്ടായി. അതിന് അദ്ദേഹം പറഞ്ഞത് കോലോത്തും പൂരം ഓർമ്മിച്ചുകൊണ്ടാണ്. ഈ കോലോത്തും പൂരം ഒരു പ്രത്യേകതയുണ്ട്. അത് ശക്തൻ തമ്പുരാൻ പണ്ട് പറ നിറയ്ക്കാൻ വേണ്ടി പൂരത്തിൻ്റെ തലേന്ന് അദ്ദേഹം എല്ലാ 10 ദേവസ്വങ്ങളെയും ഒരുമിച്ച് വിളിച്ച് അവിടെ അണിനിരത്തും. എവിടെ? അശോകേശ്വര ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ 10 ദേവസ്വങ്ങൾ ഓരോ ആനപ്പുറത്ത് കയറി വരും. അവിടെ ഒരു പൂരം നടക്കും. അവിടുന്ന് ആ പൂരം അങ്ങനെ തന്നെ പോയിട്ട് വടക്കുന്നാഥൻ്റെ മുമ്പിൽ വെച്ച് കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഇത് എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ അത് നിന്നുപോയി. രാജ്യഭരണം കഴിഞ്ഞപ്പോൾ അത് നിന്നുപോയി. പക്ഷെ ആ നിന്നു പോയിട്ടുള്ള ആ പൂരത്തിനെ പുനരുജ്ജീവിപ്പിക്കേണ്ട ഘടകം വന്നപ്പോൾ ഈ പാറമേക്കാവും ഈ തിരുവമ്പാടിയും അതിനെ ശക്തമായിട്ട് അതിനെതിർത്തു. കാരണം എന്താ, ആ പൂരത്തിൽ 10 ഘടകപൂരങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ പാറമേക്കാവിനും തിരുവമ്പാടിക്കും കിട്ടേണ്ട പ്രാധാന്യം അതിൻ്റെ ഉള്ളിൽ കിട്ടില്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്.
അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ കോലോത്തും പൂരം അല്ലെങ്കിൽ കോവിലകത്തും പൂരം ഇല്ലാതായത്. ആ കോവിലകത്തും പൂരത്തിൻ്റെ വെടിക്കെട്ടാണ് പിന്നീട് സാമ്പിൾ വെടിക്കെട്ടായിട്ട് മാറിയത്. അങ്ങനെയാണ് ആ പൂരത്തിൻ്റെ ഈ ചരിത്രം പോകുന്നത്. ഇനി നമുക്ക് ശശി പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ പൂരത്തിനെ സംബന്ധിച്ചിടത്തോളം പൂരത്തിൻ്റെ ചടങ്ങുകളോ അതുപോലെ തന്നെ പൂരം സംബന്ധിച്ചതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകളോ സംബന്ധിച്ച് യാതൊരു ധാരണകളുള്ള ആളുകളല്ല പാറമേക്കാവിലും തിരുവമ്പാടിയിലും ഒക്കെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. തിരുവമ്പാടിയുടെ ഇത്തരത്തിലുള്ള ആളുകളുടെ കെടുകാര്യസ്ഥത കൊണ്ട് അത് മാസം 35 ലക്ഷം രൂപ ഇത് ഓരോ മാസവും പലിശ അടയ്ക്കേണ്ട ഘട്ടത്തിലാണ് ആ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന് ചുരുങ്ങിയതിന് ഇപ്പോൾ ഞാൻ അറിഞ്ഞിടത്തോളം 35 കോടി, 9 കോടി തിരിച്ചടച്ചിട്ടുണ്ട്. 35 കോടി അതിന് ബാങ്കിൽ അതിന് കടമുണ്ട്. ആ കടത്തിലാണ് അത് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പാറമേക്കാവിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ വിട്ടുകൊടുത്ത ഭൂമി മറച്ചു വിറ്റ്, അത് വേറൊരു അഴിമതി കഥയാണ്, മറച്ചു വിറ്റത് കൊണ്ട് അവർക്ക് കിട്ടിയ പണം കൊണ്ട് അവർക്ക് കടമില്ലാതെ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആളുകൾ എന്താ വ്യക്തമായിട്ട് താല്പര്യമുള്ളത്? നിങ്ങൾ തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും ആളുകളുടെ ഞാൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവർക്ക് പൂരം നടത്താനുള്ള അവരുടെ നേതൃത്വ ഗുണത്തെ അല്ലെങ്കിൽ സംഘാടക സാമർഥ്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരാൾക്ക് പോലും അതിനെക്കുറിച്ച് ധാരണയില്ല എന്നുള്ള ആളുകൾക്ക് ഇവിടെ ആകെ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്ന ഒരാൾ മാധവൻകുട്ടിയായിരുന്നു. മാധവൻകുട്ടി മാഷ്, പ്രൊഫസർ മാധവൻകുട്ടി. അതിനുശേഷം തിരുവമ്പാടിയുടെ ചടങ്ങുകൾ എങ്ങനെ പുറപ്പെടണം, എന്താണ്, എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകളുമില്ല. മാത്രമല്ല ശശി പറഞ്ഞതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയ ചെറിയ ക്രിമിനലുകൾ കടന്നു വന്നു. ഞാൻ ക്രിമിനൽ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. തിരുവമ്പാടിയും പാറമേക്കാവിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഇന്നത്തെ ഇത് നോക്കിയാൽ ജയിൽ ശിക്ഷ അനുഭവിച്ച 3 പേരെങ്കിലും വീതം കാണും. അതിലിപ്പോൾ പ്രസിഡൻറ്റും വന്നു പെട്ടു എന്ന് മാത്രം തിരുവമ്പാടി. അതിൻ്റെ ഉള്ളിലൊരു സ്വന്തം വീടിന് മുമ്പിലുള്ള സ്ത്രീയെ തീ കൊളുത്തിയതിന് അറസ്റ്റിലാവുകയും വിചാരണ നേരിടുകയും ചെയ്തയാൾ പോലും കമ്മിറ്റി മെമ്പറാണ്. അത് കമ്മിറ്റി മെമ്പറായിട്ട് ഇത് ചെയ്യാണ്. അപ്പോൾ സമൂഹത്തിന് വേണ്ടാത്ത, സമൂഹത്തിനില്ലാത്ത ആളുകളെ വെച്ചുകൊണ്ടാണ് അവർ പൂരം നടത്തുന്നത്. അതുകൊണ്ട് എന്ത് വിലപേശലിനും ഈ കമ്മിറ്റികൾ തയ്യാറാണ്. പൂരം കമ്മിറ്റിയുടെ രാഷ്ട്രീയം തന്നെ നമ്മളെടുത്ത് നോക്കിയാൽ മതി. എന്തുകൊണ്ടത് പാറമേക്കാവ് ഈ പൂരം അലങ്കോലപ്പെടുത്താൻ പാറമേക്കാവ് കൂട്ടു നിൽക്കാതിരുന്നത്? നമ്മൾ അങ്ങനെയും ആലോചിക്കണം. അത് അങ്ങനെയും ആലോചിക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് തിരുവമ്പാടി കൂട്ടുനിന്നത്? അപ്പോൾ തിരുവമ്പാടി കൂട്ടുനിന്നതും പാറമേക്കാവ് കൂട്ടുനിന്നതും വിദഗ്ധമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാരണം പാറമേക്കാവിൻ്റെ സെക്രട്ടറി ഇന്ന് തൃശ്ശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട BJPയുടെയും RSSൻ്റെയും അദ്ദേഹം ഒരു സഹയാത്രികനാണ്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം, സഹയാത്രികനാണ്. അതേസമയം തന്നെ അപ്പുറത്ത് തിരുവമ്പാടിയുടെ നിൽക്കുന്ന ഈ പറഞ്ഞ ജയിൽവാസം അനുഭവിച്ച സുന്ദർ മേനോൻ എല്ലാ കാലത്തും അദ്ദേഹം CPMൻ്റെ ഔദാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അച്ഛനെ വരെ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണതൊക്കെ. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഈ ഇന്നത്തെ ഗവൺമെൻറ്റുമായിട്ടുള്ള അടുപ്പമുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ കഴിയുന്ന ഒരാൾ തലപ്പത്ത്, പാർട്ടിയുടെ തലപ്പത്ത് ഉണ്ടാവുന്നതാണ് അതിൻ്റെ കാര്യം. ഇതിന് മുമ്പുള്ള ചരിത്രം നിങ്ങളെടുത്ത് നോക്കൂ. 2 കാര്യങ്ങളിൽ കോൺഗ്രസിനും CPMനും ഒരുപോലെ അപകടം പറ്റിയിട്ടുണ്ട്. ഒന്ന്, അവരാരും ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടൻ്റെ വ്യക്തിത്വത്തിനെക്കുറിച്ചും അയാൾക്ക് സിനിമയിലുള്ള സ്വാധീനത്തെക്കുറിച്ചുമൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുവെ അജ്ഞരായിരുന്നു. ഒരു സംശയവും നിങ്ങൾക്കതിന് വേണ്ട. കാരണം നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. 1980 ശേഷമുള്ള നമ്മുടെ മൊത്തം എൻ്റർടൈൻമെൻറ്റിൻ്റെയും കലയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ പൂർണ്ണ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റു പല കലാരൂപങ്ങൾ പിന്തള്ളപ്പെടുകയും സിനിമ മുൻപിലേക്ക് വരികയും ചെയ്തൊരു കാലമാണ്. 1995 കൊല്ലം ആണ് നമ്മൾ അനാലോഗിൽ നിന്ന് ഡിജിറ്റലിലേക്ക് മാറിയത്. ഡിജിറ്റലിലേക്ക് മാറിയപ്പോൾ എന്തായി? നമ്മുടെ ടെലിവിഷനിൽ സിനിമ മാത്രമായി. നമ്മുടെ ടെലിവിഷനിൽ ഹാസ്യരംഗങ്ങൾ അവതരിപ്പിച്ച് തുടങ്ങി, ഗാനരംഗങ്ങൾ അവതരിപ്പിച്ച് തുടങ്ങി, സിനിമയിൽ നമ്മൾ ഓരോ സിനിമ പ്രദർശിപ്പിച്ച് തുടങ്ങി. നമ്മുടെ ടെലിവിഷൻ മീഡിയ മുഴുവൻ ജീവിച്ചു കൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ സിനിമ ഉപയോഗിച്ചുകൊണ്ടാണ്. സിനിമയാണ് പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കലാരൂപമായിട്ടും എൻ്റർടൈൻമെൻറ്റായിട്ടും സിനിമ വളർന്നു വരികയാണ്. ആ വലിയ കോലാഹലത്തിനുള്ളിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് പോലും ക്ഷേത്രകലകൾ നഷ്ടപ്പെട്ടു പോയി.
നമ്മുടെ ബാലെ, നാടകം, കഥാപ്രസംഗം തുടങ്ങിയിട്ടുള്ള കേരളീയ സംസ്കാരത്തിനെ പല രീതിയിൽ ഊട്ടുകയും പല രീതിയിൽ അതിന് ആ സംസ്കാരത്തെ ബലിഷ്ഠമാക്കി വളർത്തുകയും ചെയ്യുന്ന പല ഘടകങ്ങളും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി. സിനിമ മാത്രമായി. സിനിമയിൽ നമ്മൾ സിനിമ കാണുന്ന കാലത്തെല്ലാം സിനിമയെ ഒരു സാംസ്കാരിക രൂപം, കലാരൂപം എന്നല്ലാതെ അത് ജീവിതത്തിൻ്റെ തനി പകർപ്പാണെന്നും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നൊന്നും ആരും കരുതിയിരുന്നില്ല. അതിൽ വിട്ട് അത് പിന്നീട് ടെലിവിഷനിലൂടെ കൂടി വന്നതോടുകൂടി ഇത് ഈ സിനിമയിലെ കഥയും സിനിമയിലെ നായകന്മാരും സിനിമയിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള രംഗങ്ങളൊക്കെ നാം ജീവിതത്തിലേക്ക് പതുക്കെ പതുക്കെ കൊണ്ടുവന്നതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ സൊസൈറ്റിക്ക് സംഭവിച്ചിട്ടുള്ള വളരെ സാമൂഹ്യപരമായിട്ടുള്ള ജീർണത എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ സംഗതി. ഇന്ന് നിങ്ങൾ മോഹൻലാലിൻ്റെ സിനിമയെക്കുറിച്ച് വരുന്ന റിവ്യൂസ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ആരാണ് ആ റിവ്യൂസ് നടത്തുന്നതും ഇടപെടുന്നതും എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് വളരെ വ്യക്തമാണ്. അതിന് പിന്നിൽ സമൂഹത്തിൻ്റെ മറ്റൊരു അജ്ഞാതമായുള്ളൊരു അജണ്ട സെറ്റിംഗ് അതിൻ്റെ പിന്നിലുണ്ട്. അത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു, ആദ്യത്തെ തോൽക്കുന്നു. അയാൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അയാൾ തോറ്റു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ഈ 4 വർഷവും സുരേഷ് ഗോപി ഇവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂരിലുണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ടാണ് CPM കാണാതിരുന്നത്? ഇതെന്തുകൊണ്ടാണ് CPI കാണാതിരുന്നത്? എന്തുകൊണ്ടാണ് കോൺഗ്രസ് കാണാതിരുന്നത്? ആ സമയത്ത് സുരേഷ് ഗോപി അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ സോഴ്സുകളും അദ്ദേഹം ഗംഭീരമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് അദ്ദേഹം. എനിക്ക് അറിയാവുന്നൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പെരിങ്ങോട്ടുകരയിൽ എൻ്റെ ഒരു ദൈവാംഗനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഞാൻ പേര് വിട്ടുപോയി. അദ്ദേഹം അവിടെ വലിയൊരു സ്വീകരണം സുരേഷ് ഗോപിക്ക് നൽകി. അദ്ദേഹം അത് സുരേഷ് ഗോപി ആവശ്യപ്പെട്ട് തന്നെ ആ സ്വീകരണം നടത്തിയതാണെന്നും പറയുന്നുണ്ട്. ഏതായാലും അവിടെയുള്ള 100 സ്ത്രീകൾക്ക് തയ്യൽ മെഷീൻ നൽകി. ഇവർ തയ്ക്കുന്ന സംഗതികൾ മുഴുവൻ അദ്ദേഹം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പാർട്ടിയുടെ ഉള്ളിൽപ്പെട്ട RSSൽപ്പെട്ട 2 പേരെ നിയോഗിച്ചു. അവർ മുഴുവൻ ഈ തുണികൾ മുഴുവൻ തൃശ്ശൂരിലെ മറ്റ് ഫാബ്രിക്കുകളിലും മറ്റ് വസ്ത്രശാലകളിലുമൊക്കെ ഇത് കൊണ്ടുപോയി വിതരണം നടത്തി. അങ്ങനെ അത് ഈ 100 സ്ത്രീകളുടെ ജീവിതവുമായിട്ട് അവർ ബന്ധപ്പെടുത്തി. ഇതിലുള്ള 90% സ്ത്രീകളും CPMൽപ്പെട്ട സ്ത്രീകളായിരുന്നു. പക്ഷെ അവർ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ്റെ ഒരു കാര്യം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവർ 100 പേരും സുരേഷ് ഗോപിയെ സഹായിക്കാൻ തയ്യാറായി. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഇലക്ഷൻ വന്നപ്പോൾ RSSൻ്റെ റോൾ എന്തായിരുന്നു? RSSന് കൃത്യമായിട്ട് അറിയാം തൊട്ടപ്പുറത്തുള്ള കോൺസ്റ്റിറ്റ്യുവൻസി യാതൊരു കാരണവശാലും ആ സമയത്ത് ജയിക്കില്ല എന്നറിയാം. അപ്പോൾ അത് ജയിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവിടെയുള്ള ആളുകളുടെ വോട്ടർമാരെ മുഴുവൻ ഇവിടെ പൂട്ടിക്കിടക്കുന്ന 3 ഫ്ലാറ്റുകളിലേക്ക് അവരെ കൊണ്ടുവന്ന് അവരുടെ പേർ ചേർത്ത് വോട്ടർ പട്ടിക പുതുക്കി. ആ വോട്ടർ പട്ടിക പുതുക്കി 43,000 വോട്ടുകളുടെ ഒരു ടാർഗറ്റ് ഇട്ടിട്ടാണ് അവരത് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി പള്ളിയിൽ പോയത്? അപ്പോഴേക്കും നിങ്ങൾക്ക് ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് മോഡിയെ അനുകൂലിക്കുന്ന തരത്തിലുള്ള അനേകം മതവിഭാഗങ്ങൾ മോഡിയെ അനുകൂലിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിൽ തന്നെ ഒരു വിഭാഗം ആളുകൾ RSSനെയും BJPയെയും പിന്തുണയ്ക്കണമെന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചു. അവർ ഒരു വർക്കിംഗ് ഗ്രൂപ്പായിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഉള്ളിൽ, ക്രിസ്ത്യൻസിൻ്റെ ഉള്ളിൽ അവർ രൂപപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് മാതാവിനൊരു രൂപക്കൂട് നൽകണം, കിരീടം നൽകണം. അപ്പം നമ്മുടെ ഈ ആധുനിക കാലത്തുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് തരത്തിലുള്ള നിങ്ങളൊരു ആക്ടിവിറ്റി ചെയ്താലും ഈ ആക്ടിവിറ്റി വളരെ നെഗറ്റീവായിട്ടാണ് നിങ്ങളെ ബാധിക്കുന്നതിന്, പ്രതികൂലമായിട്ട് ബാധിക്കുകയാണെങ്കിൽ പോലും അതൊരു ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ്. ആധുനിക കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടല്ലേ ഇപ്പോൾ അൻവറിനെ പോലുള്ള ആളുകളും മറ്റുള്ള ആളുകളൊക്കെ ഇവിടെ ഇന്ന് ഹീറോ ആണല്ലോ. PC ജോർജിനെ പോലുള്ള ആളുകൾ ഇന്ന് ഹീറോ ആണല്ലോ. ഇവരുടെയൊക്കെ ജീവിതം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരെ സമൂഹത്തിന് മുമ്പിൽ നമുക്ക് നിർത്താൻ കൊള്ളാവുന്ന ആളുകളാണോ? പക്ഷെ അവരെല്ലാ ദിവസവും അവർ വാർത്തകൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നു, എല്ലാ ദിവസവും അവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു, എല്ലാ ദിവസവും പലരും അവരെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിമർശത്തിൻ്റെ ഇടയിലും അവരിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സുരേഷ് ഗോപിയെ നിങ്ങൾ എത്രമാത്രം വിമർശിച്ചാലും ആ വിമർശനം സമൂഹത്തിൻ്റെ ഉള്ളിൽ അതൊരു ചർച്ചയായി, അതൊരു സംവാദമായി, മറ്റു പലതരത്തിലുള്ള വീട്ടിലുള്ള സംഭാഷണങ്ങളിലെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതൊരു ചെറിയ കാര്യമല്ല.
അപ്പോൾ ഈ വക ഘടകങ്ങൾ കൊണ്ട് സുരേഷ് ഗോപിക്ക് വളരെ അനായാസം മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞു. ഇതിൻ്റെ അവസാനത്തിൽ വന്ന ഒരു ചിത്രമാണ് ഈ തൃശ്ശൂർ പൂരം. അവർക്കിവിടെ ജയിക്കണം എന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണല്ലോ അവർ തൃശ്ശൂരിൽ വന്നത്. എന്തുകൊണ്ടാണ് മോഡി ഇത്രയധികം കോൺസ്റ്റുവൻസി ഉള്ളപ്പോൾ പ്രധാനമന്ത്രി മോഡി തൃശ്ശൂരിൽ വന്ന് പ്രസംഗിച്ചത്? എന്തുകൊണ്ടാണ് ഗ്യാരണ്ടിയെക്കുറിച്ച് പറഞ്ഞത്? ഗ്യാരണ്ടി 2 തവണ വന്ന് അദ്ദേഹം ഇവിടെ പ്രസംഗിച്ചു. ആദ്യത്തെ തവണ അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ ഒരു വാർത്തയുടെ തരംഗമുണ്ടാക്കി. അദ്ദേഹം സ്ത്രീകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ സ്ത്രീകളെ മാത്രം ഫോക്കസ്, അവർക്ക് 13 ഗ്യാരണ്ടികൾ അവർക്ക് മാത്രമായിട്ട് അദ്ദേഹം അവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിന് 25,000-ഓളം സ്ത്രീകളെ, അവരുടെ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകളെ തൃശ്ശൂരിൽ അണിനിരത്തി അതിനെ ഒരു വലിയ സംഭവമാക്കിയിട്ട് മാറ്റുകയാണ്. അതിന് നമ്മൾ രാഷ്ട്രീയ പ്രൊപ്പഗാൻഡിസമാണ്. അത് വലിയ പ്രൊപ്പഗാൻഡയാണ്, രാഷ്ട്രീയമാണ്. അത് അവരുടെ മിടുക്കാണ്. രാഷ്ട്രീയത്തിലുള്ള അവരുടെ മിടുക്കിനെ സൂചിപ്പിക്കുന്നതാണ്, അവരുടെ കഴിവിനെ, സ്കില്ലിനെ സൂചിപ്പിക്കുന്നതാണത്. അപ്പോൾ അവരത് ഓർഗനൈസ് ചെയ്യുകയും ഈ സ്ത്രീകളിൽ മുഴുവൻ ഒരു മർമറിങ് ക്യാമ്പയിൻ ഉണ്ടാക്കുകയും ചെയ്തു. ഇവിടെ നമ്മളാരും അറിയാത്തൊരു സംഗതി ഞാൻ പറയാം. 4000 സ്ത്രീകളാണ് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് ഈ ലോകസഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിയത്. ഇവരാരും ഞാനൊന്നും ഇവരെ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ഭാര്യ അവരെ കണ്ടു. എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഉള്ള സ്ത്രീകൾ മുഴുവൻ കണ്ടു. അവർ മുഴുവൻ ചർച്ച ചെയ്യുന്നു ഇവർ വന്ന കാര്യം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കോൺസ്റ്റുവൻസി മാത്രം, കേരളത്തിലൊരു കോൺസ്റ്റുവൻസി മാത്രം ചെയ്തുകൊണ്ട് BJPക്ക് ചെയ്യാവുന്നത് അവർ ചെയ്തു. പിന്നെയും അവർ സംശയിച്ചു. അപ്പോഴാണ് അവർക്ക് സംശയിക്കുന്നത് അവിടെ മാറ്റണമെന്നുള്ളൊരു നിലപാട് അവർക്ക് വന്നത്. അതുകൊണ്ടാണ് നമ്മളാരും അറിയാതെ ഇവിടെ മുഖ്യമന്ത്രി, ഒരു പരിപാടിയുമില്ലാത്ത മുഖ്യമന്ത്രി CPMൻ്റെ ഓഫീസിൽ വന്ന് 3 രാഷ്ട്രീയ നേതാക്കളെ, തൃശ്ശൂർക്കാരായ 3 രാഷ്ട്രീയ നേതാക്കളെ കാണുന്നു. എന്താണ് അതിൻ്റെ ചർച്ചയുടെ ഉള്ളടക്കം ഇന്ന് വരെ ആർക്കും അറിയില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു മാർജിൻ ഉണ്ടാവുന്നതിന് വേണ്ടി അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്നത് തൃശ്ശൂർ പൂരമാണ്. പൂരം പല ഘട്ടങ്ങളിൽ കലങ്ങിപ്പോയിട്ടുണ്ട്. ഇങ്ങനെയല്ല, പൂർണ്ണമായിട്ടല്ല. അതിൻ്റെ 3 കൊല്ലം മുമ്പ് തിരുവമ്പാടിക്കാരെ പോലീസ് അമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പൂരം വന്ന് അന്ന് നിലനിർത്താൻ പറ്റാത്ത പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഇത് 97 സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 93 ഇതുപോലെ തന്നെ പൂരത്തിൻ്റെ ഒരു കമ്മിറ്റിക്കാരെ വെടിക്കെട്ട് പുരയിൽ കത്തിക്കാൻ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പൂരം ബഹിഷ്കരിക്കുന്ന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇതൊക്കെ പൊളിറ്റിക്കലായിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴേക്കും ഈ പൂരത്തിൻ്റെ മൊത്തത്തിലുള്ള നടപ്പ് ഗവൺമെൻറ് മുമ്പിലായി. ഇന്നിപ്പോൾ ആരാ പൂരത്തിൽ ഈ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുന്നത്? ഇവിടുത്തെ മന്ത്രിമാർ, ഇവിടുത്തെ MP. ഞാൻ നോക്കുമ്പോൾ വെടിക്കെട്ട് സുഖമായി നടത്തുന്നു പറയുന്നത് പാറമേക്കാവും തിരുവമ്പാടിക്കാരും അല്ല, അതിൻ്റെ പ്രസിഡൻ്റല്ല, ഇവിടുത്തെ മന്ത്രിയാണ് പറയുന്നത്. ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും പൂരത്തിൻ്റെ സംഘാടന ചുമതല പതുക്കെ ഗവൺമെൻറ്റിലേക്ക്, ഒഫീഷ്യൽ ഡമ്മിലേക്ക് ഇങ്ങനെ പതുക്കെ ഷിഫ്റ്റ് ചെയ്യണം. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വളരെ പെട്ടെന്ന്, അതിന് കാരണം ഈ ദേവസ്വങ്ങളുടെ ദൗർബല്യം ഒന്ന്, രണ്ടാമത്തത് അവർക്ക് നേതൃത്വപരമായ ശേഷിയില്ലായ്മ. ഇത് രണ്ടുമാണ് അവരെ ഈ വിധത്തിൽ ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ അവരെ അവിടെ നിന്ന് അവരുടെ അധികാര പരിധിയിൽ കടന്ന് ഇന്ന് പ്രവേശിക്കുന്നു. ഇത് മുമ്പ് സംഭവിച്ചിട്ടില്ല. ഉദാഹരണത്തിന് പുല്ലാട്ട് സേതുമാധവ മേനോൻ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അയാളുടെ കാലത്ത് അയാൾ DYSPയെയും ഹിന്ദുവായ DYSPയെയും SPയെയും അയാൾ അമ്പലത്തിലേക്ക് കയറ്റിയില്ല. അയാൾ പറഞ്ഞ് പൂരം ഞങ്ങൾ നടത്താം. പുല്ലാട്ട് സേതുമാധവനാണ് 55 ആദ്യമായിട്ട് ഈ 2 കക്ഷികളും തമ്മിലൊരു ഒത്തീർപ്പൊക്കെ ഉണ്ടാക്കിയൊരു പൂരത്തിലൊരു പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പൂരം ഞങ്ങൾ നടത്തിക്കൊള്ളാം. അപ്പോൾ പൂരം നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞത് അവർ തന്നെ പൂരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റുന്ന ആളുകളാണ്. പക്ഷേ അതുവരെ ഉണ്ടായിരുന്ന ഉത്സവ കമ്മിറ്റികളൊക്കെ പിന്നീട് അവർ പിരിച്ചുവിടുകയും പിന്നീട് ദേവസ്വത്തിൻ്റെ ഈ 2 ദേവസ്വത്തിൻ്റെ കയ്യിൽ തന്നെ പ്രസിഡൻറ്റിൻ്റെയും സെക്രട്ടറിയുടെയും കയ്യിലേക്ക് ഈ പൂരത്തിൻ്റെ അധികാരം പോയി. ആ അധികാരം ഇന്ന് പതുക്കെ ഗവൺമെൻറ്റിലേക്കും പോലീസിലേക്കും അത് പതുക്കെ ഷിഫ്റ്റ് ചെയ്യുകയാണ്.
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 4000 പോലീസുകാരെ ഇവിടെ വിന്യസിക്കുകയാണ്. അതിൻ്റെ സ്ഥിതി എന്താ? അതിൻ്റെ സ്ഥിതി ഈ പൂരം എന്ന് പറയുന്നത് ഗവൺമെൻറ് നടത്തുന്ന ഒരു വലിയ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ഫങ്ഷനാക്കിയിട്ട് ഒരു മാറ്റുകയാണ്. അതിനെ ആ രീതിയിൽ മാറ്റുകയാണ്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയത്തിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഈ സംഭവം മുഴുവൻ, സുരേഷ് ഗോപി ജയിക്കാനുണ്ടായ സാഹചര്യങ്ങൾ മുഴുവൻ അത് സ്വാഭാവികമായിട്ട് വന്നതല്ല. അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഹോംവർക്കിൻ്റെ ഭാഗമായി, ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഇവിടെ സംഭവിച്ചതാണ്. അത് യാഥാർത്ഥ്യമാണ്. ഇന്നിപ്പോൾ നമ്മൾ സുരേഷ് ഗോപിയുടെ ഏതെങ്കിലും ഒരു പ്രസ്താവന കണ്ടു കഴിഞ്ഞാൽ തൃശ്ശൂർക്കാരെന്താ ചെയ്യണത്? ഇന്ന് ഫേസ്ബുക്കിൽ വന്നാൽ ഉടനെ നെഗറ്റീവ് കമൻ്റ് ഇടുക ചെയ്യണത്. ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം മരിച്ച വീട്ടിലിരിക്കുന്ന രംഗം പോലും അദ്ദേഹത്തിന് വിമർശിച്ചിട്ട് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു കമൻറ്റ് പോലും ഞാൻ അതിൽ കണ്ടില്ല. 300ഓളം കമൻറ്റുകളിൽ ആ വീട്ടിലിരിക്കുന്ന സുരേഷ് ഗോപിയെ അനുകൂലിക്കുന്ന ഒരു കമൻറ്റ് പോലും ഞാൻ കണ്ടില്ല. കാരണം സുരേഷ് ഗോപിക്ക് ഈ തരത്തിലുള്ള ഒരു ഘടനാപരമായ ശക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും ഇലക്ഷൻ ജയിക്കാം, അടുത്ത ഇലക്ഷനും അയാൾക്ക് ജയിക്കാം. ഇത് CPIക്കാർക്കും കോൺഗ്രസ്സുകാർക്കും ഇത് അറിയില്ല. നമുക്കെല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നല്ല 2 സ്ഥാനാർത്ഥികൾ അപ്പുറത്തുണ്ട്. സുനിൽകുമാർ ഉൾപ്പെടെ തൃശ്ശൂർ അറിയാവുന്ന, പൂരം അറിയാവുന്ന, പൂരം കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, എല്ലാ പൂരത്തിനും മുന്നിൽ നിൽക്കുന്ന ആളാണ് സുനിൽകുമാർ. ആ അതുകൊണ്ടാണ് സുനിൽകുമാറിന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഈ പരാജയം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ച ഒരു സംഭവമാണ്. അദ്ദേഹം ഇലക്ഷനിൽ നിന്ന് തോൽക്കും ജയിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, ഇത് തൃശ്ശൂർക്കാർ എന്നെ ഇങ്ങനെ ഒരു അപഹാസ്യ കഥാപാത്രമാക്കി എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിന് അത് വന്നു. അപ്പോൾ ഇത് ഭരണ നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഭാവിയിൽ എന്താ സംഭവിക്കുക? തൃശ്ശൂർ പൂരത്തിൻ്റെ സ്ഥിതി ഭാവിയിൽ ഈ തൃശ്ശൂർ പൂരം കുറച്ച് കഴിയുമ്പോഴേക്കും, കാരണം ഇപ്പോഴേ നഗരത്തിൻ്റെ, നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കുന്നത് എവിടെയാണ്? നഗരത്തിൻ്റെ ഒത്ത നടുക്ക് വെടിക്കെട്ട് നടത്തുന്ന ഏതെങ്കിലും ക്ഷേത്രം പൂരമുണ്ടോ? ഇന്ത്യയിൽ തന്നെയുണ്ടോ? ഇന്ത്യയിൽ തന്നെയില്ല, ഒരു പൂരവും ഇല്ല. അപ്പോൾ ക്രമേണ അത് വളരെ അപകടരഹിതമായിട്ടുള്ള രീതിയിലേക്ക് വെടിക്കെട്ട് കൊണ്ടുപോകേണ്ടി വരും സ്വാഭാവികമായിട്ടും. അങ്ങനെയൊക്കെയുള്ള നിയന്ത്രണങ്ങൾ ഏൽപ്പിക്കുന്നതും നിയന്ത്രണങ്ങൾക്ക് കൊണ്ടുവരുന്നതുമൊക്കെ ഇനി ഗവൺമെൻറ്റിൻ്റെ ചുമതലയായിട്ട് മാറും. പതുക്കെ ദേവസ്വങ്ങളുടെ കയ്യിൽ നിന്നത് മാറുകയും ചെയ്യും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാ കാലത്തും ഇങ്ങനെ 2 ദേവസ്വങ്ങൾക്ക് ഒരു വിഭാഗം, സമുദായത്തിലെ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലായിട്ട് ഇത് കൊടുക്കാൻ പറ്റുമോ? ഹിന്ദു ധർമ്മ ആക്ട് അനുസരിച്ച് ഇത് ചോദ്യം ചെയ്ത സന്ദർഭങ്ങളിലെല്ലാം അന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ന്യായാധിപന്മാർ മുഴുവനും അത് തള്ളിക്കളയുക ചെയ്തത്. അവർ എത്ര തവണ മാറ്റിവെച്ചു അത്. ഇപ്പം നമ്മളെന്ത് പറഞ്ഞാലും നമ്മുടെ മുഖ്യമന്ത്രിയുടെ പേരിലുള്ള ഒരു കേസ് ഇതിൻ്റെ ഇടയിൽ 36 തവണ മാറ്റിവെച്ചത് എന്തുകൊണ്ടാണെന്ന് ഈ പൂരം കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ധാരകളും അന്തർധാരകളും ഒക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ പൂരത്തിനെക്കുറിച്ച് നമ്മൾ ഇനി വിലയിരുത്തുമ്പോൾ പതുക്കെ ഇതിനെ ചെറുതാക്കാനും അതിൻ്റെ ഗരിമ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ ആ ദേവസ്വങ്ങൾക്ക് തന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സുരേന്ദ്രേട്ടൻ എന്തായാലും സംസാരിച്ചത് വർഷങ്ങളുടെ ഒരു ചരിത്രമാണ് പൂരത്തിൻ്റെ. എനിക്കറിയായിരുന്നില്ല ഇത്തരം ഡീപ്പായിട്ട് നമ്മൾ 1790 മുതലുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് തീരെ അറിയില്ല. ഒരുപക്ഷെ രാമചന്ദ്രൻ സാറിനൊക്കെ കുറേയൊക്കെ കൂടി ക്ഷേത്രങ്ങളെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ചരിത്രകാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹമൊക്കെ അറിയാമായിരുന്നു. കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് സംതിങ് ഹാപ്പൻഡ് എന്ന് തന്നെയാണ് ഇന്ന് ഈ പൂരം മുടങ്ങിയതിനെ സംബന്ധിച്ച് ആളുകൾ കരുതുന്നത്. അന്ന് വൈകാരികമായിട്ട് ആളുകൾ പ്രതികരിച്ചു. പൂരം ഇങ്ങനെ ആയതുകൊണ്ട്, പൂരം പൊളിച്ചു, പൂരം നടത്തുന്നത് ഗവൺമെൻറ് ആയതുകൊണ്ട്, അവരുടെ ആയിരക്കണക്കിന് പോലീസുകാരായതുകൊണ്ട്, അവരാണ് ഫുള്ള് നിയന്ത്രിക്കുന്നത് എന്നുകൊണ്ട് ആളുകൾ വളരെ ക്ഷിപ്രം അവർ പ്രതികരിക്കുകയും ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു നിലപാട് ഇലക്ഷനിലെടുക്കുകയും അതിൻ്റെ ഗുണം കൃത്യം BJPക്ക് കിട്ടുകയും ചെയ്തു. കാര്യം സുനിൽ പൂരം കുറേ കാലമായി അവിടെ നടത്തുന്നത് എനിക്കറിയാം. സുനിൽ അവിടെ പൂരത്തിന് മുമ്പിൽ തോർത്തുകൊണ്ടിട്ട് അവിടെ ഉണ്ടാവും. പക്ഷേ ഉപ്പോളം വരുമ്പോൾ ഉപ്പിലിട്ട് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഹിന്ദു ആയിട്ട് വരികയാണ്. ആളവിടെ അതിൻ്റെ ഏറ്റവും വലിയ ലീഡറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ സെലക്ഷൻ വരെ അപ്പുറത്തേക്ക് തന്നെയാണ് വരിക.
ഇവർ കൃത്യമായിട്ടുള്ള രീതിയിൽ വലിയ പ്രകടനമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ നിൽക്കുകയായിരുന്നെങ്കിൽ കുറേയും കൂടി ഇവർക്കൊരു മതേതരവാദികളുടെ ഒരു പിന്തുണയെങ്കിലും ഉണ്ടാവും. ഇതുവരെന്താ വെച്ചാൽ വർഗീയവാദികളെയും മതവാദികളെയും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇവർ മതപ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ പല ആളുകളും, ഏത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളും. അപ്പോൾ സ്വാഭാവികമായും മതത്തിൻ്റെ പിൻബലമുള്ള സുരേഷ് ഗോപി വന്നപ്പോൾ പൂരം മുടങ്ങിയതിൻ്റെ ഗുണം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അത് ഇനി ഇതാണ് കളിയെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ സുരേഷ് ഗോപി ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ, ഈ സുരേഷ് ഗോപി ആംബുലൻസിൽ തിരുവമ്പാടിയിൽ വന്നു എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ തിരുവമ്പാടി കമ്മിറ്റിയുടെ ഉള്ളിൽ, ഇപ്പോഴുള്ള കമ്മിറ്റിയുടെ ഉള്ളിൽ 70% പേരും BJP-കാരാണ്. പ്രസിഡന്റ് CPM, സെക്രട്ടറി കോൺഗ്രസ്. സെക്രട്ടറി കോൺഗ്രസ് ആണെങ്കിലും അയാൾ ഹിന്ദു, അത് എല്ലാവർക്കും അറിയാം. ഹിന്ദു കോൺഗ്രസ് അങ്ങനത്തെ ഒരു കോൺഗ്രസ് ആണ്, എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. ഈ സംഭവം നടക്കുമ്പോൾ സുരേഷ് ഗോപി അവിടെ ആംബുലൻസിൽ വരുന്ന സമയത്ത് ഈ പൂരം നടത്തിയപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്ന P. ബാലചന്ദ്രൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അദ്ദേഹം അവിടെ ഉറങ്ങുന്നുണ്ട്, പുലർച്ചെ വരെ അദ്ദേഹം കിടന്നുറങ്ങും. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ ഈ സുഹൃത്തിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ആ ഫോണിൽ ഇന്നേ വരെ ആരും ഇങ്ങനെ ഒരു സംഭവം നടത്തുമെന്ന് ആരും വിളിച്ച് പറഞ്ഞിട്ട് പോലില്ല. അപ്പോൾ സ്വാഭാവികമല്ല അത് MLA അറിയാതെ പറ്റുമോ? MLA പടക്കം എന്താ പൊട്ടാത്തതെന്ന് 6:30 മണിക്ക് എഴുന്നേൽക്കുമ്പോഴാണ് പടക്കം എന്താ പൊട്ടാത്തതെന്ന് അറിയണത്. അപ്പം അതൊക്കെ ഇതിൻ്റെ ഭാഗമല്ല. 2-3 വർഷം മുമ്പും ഇതുപോലെ ഈ പോലീസുമായിട്ടുള്ള സംഘർഷം എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് പരിഹരിച്ചിട്ട് പൂരം നടത്താറാണ് പതിവ്. അടിവരെ കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സുന്ദർബേനോൻ അല്ലെങ്കിൽ കമ്മിറ്റി പൂരം വേണ്ട എന്ന് പറഞ്ഞിട്ട് പിണങ്ങി പോയി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു അത്ഭുതകരമായ ഒരു സാധനം. പൂരം നടക്കേണ്ടത് തീരുമാനിച്ചു. ഇവിടെയാണ് ഈ ഗൂഢാലോചനയുടെ ഒരു സംഭവം വരുന്നത്. അല്ല, അതിൽ വേറൊന്നും കൂടി ഉണ്ട്. നിങ്ങൾ ഇത്രയും പൂരം നടത്തിയ പരിചയമുള്ള പോലീസ് ഓഫീസർമാർ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ അങ്കിത അശോകനെയോ അതിൻ്റെ താഴെ നിൽക്കുന്ന ACP രാജുവിനെ കുറിച്ചല്ല പറയണത്. ഇവിടെയുള്ള എല്ലാ SI-മാരിൽ ഉണ്ടായിരുന്നത് പൂരത്തിന് ഗ്രൗണ്ട് ലെവൽ വർക്ക് നടത്താൻ ഉപയോഗിച്ചിരുന്ന 7 SI-മാരിൽ 5 പേരും തൃശ്ശൂർക്കാരാണ്. അവർക്കറിയാം തിരുവമ്പാടിയുടെ പൂരം എവിടെ നിന്നാണ് വരുന്നതെന്നും പാറമേക്ക എവിടെ നിന്നാണ് വരുന്നത് കൃത്യമായിട്ട് അറിയാം. അപ്പം നിങ്ങൾ 12 മണിക്ക് അടയ്ക്കേണ്ട ഒരു ബാരിക്കേഡ്, അല്ലെങ്കിൽ പൂരം വന്ന് പഞ്ചവാദ്യം കഴിഞ്ഞിട്ട് വെടിക്കെട്ടിൻ്റെ സമയത്ത് മാറ്റേണ്ട ബാരിക്കേഡ്, വെക്കേണ്ട ബാരിക്കേഡ് നിങ്ങൾ 10 മണിക്ക് ബാരിക്കേഡ് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പം നിങ്ങൾക്ക് ഇൻറ്റിമിഡേറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ തടസ്സപ്പെടുത്തുകയാണ്, നിങ്ങളുടെ പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനയ്ക്ക് പട്ട കൊടുക്കാൻ വന്നയാൾ കൃത്യമായിട്ട് ഇടപെടുന്നത് ഫോണിൽ തന്നെ അതിൻ്റെ ചിത്രങ്ങൾ എത്രയോ പൂരപ്രേമികളെടുത്ത് അയച്ചു. അങ്കിത അശോകൻ ചെയ്ത കാര്യം. പിന്നെ നമ്മൾ ADGP പൂരം കലക്കി എന്നുള്ളൊരു റിപ്പോർട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ADGPയുടെ സ്ഥിതി എന്താ? ADGP ഇപ്പോൾ ഏറ്റവും വിശുദ്ധനായിട്ട് അദ്ദേഹത്തിനെ പ്രഖ്യാപിച്ചില്ലേ? പെട്ടെന്നൊരു സുപ്രഭാതം കൊണ്ട് അദ്ദേഹത്തിന് നടത്തിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇതും പോയില്ലേ? അതാണ് ശരിക്ക് ഉണ്ടായ സംഭവങ്ങൾ നമ്മളിപ്പോൾ ചെന്ന് റിവൈൻഡ് ചെയ്ത് ആലോചിക്കുമ്പോൾ സംതിങ് ഹാപ്പൻഡ് എന്ന് തന്നെയാണ് നമുക്കിതിൽ പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ സുരേഷ് ഗോപിയുടെ വിജയം ചെറിയൊരു വോട്ടിനൊന്നും ആയിരുന്നില്ല എന്നുള്ള വേറൊരു സത്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേർന്നപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. പൊളിറ്റിക്കൽ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് CPM-ൽ പ്രവർത്തിക്കുന്നവർക്കും കോൺഗ്രസ്സിൽ നന്നായി പ്രവർത്തിക്കുന്നവർക്കും സുരേഷ് ഗോപിയാണ് ജയിക്കുക എന്ന് തീരെ അറിയാൻ കഴിഞ്ഞില്ല. എന്നാൽ അങ്ങനെ അല്ലാത്ത ആളുകൾക്കൊക്കെ ഇത് സുരേഷ് ഗോപിയാണ് ജയിക്കാൻ പോകുന്നത് അറിയാമായിരുന്നു. ഒരാൾ ഞാൻ വളരെ മുൻകൂട്ടി തന്നെ നമ്മൾ ഇലക്ഷൻ പ്രഡിക്ഷൻ നടത്തിയപ്പോൾ ഈ ഒരു സീറ്റ് സുരേഷ് ഗോപിക്ക് ജയിക്കുമെന്നും ഒരു സീറ്റ് മാത്രമേ LDF-ന് കിട്ടുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതന്ന് ഇതുപോലെ ഈ പൂരത്തിൻ്റെ നടത്തിയിട്ടല്ല, അല്ലാതെ തന്നെ പുള്ളിയുടെ ഒരു വർക്ക് സുരേന്ദ്രേട്ടൻ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ. 4 വർഷമായി സുരേഷ് ഗോപി എവിടെയായിരുന്നു? ഇവിടെയായിരുന്നു. അത് കാണാത്തത് CPM-ഉം കോൺഗ്രസ്സും മാത്രമാണ്. നമ്മൾ തൃശ്ശൂർ മാർക്കറ്റിൽ ചെന്നാൽ സുരേഷ് ഗോപിയുടെ പേരിലുള്ള ഒരു സാധനമാണ് അവിടുത്തെ അവിടുത്തെ കടക്കാർക്കും മറ്റുള്ളവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു കെട്ടിടമാണ് അവിടെ നിൽക്കുന്നത്, അല്ലേ? നമ്മൾ തളിക്കുളം ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ വല വാങ്ങി കൊടുത്ത സുരേഷ് ഗോപിനെ നമ്മളവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങളൊക്കെ ഇത് കണ്ടിരുന്നു. പാർട്ടി പ്രവർത്തകർക്ക് ഇതൊന്നും കാണാൻ പറ്റിയില്ല. സുരേഷ് ഗോപി ജയിക്കുന്നു അവർക്ക് തോന്നിയില്ല. ഇവിടുത്തെ സാധാരണ ആളുകൾക്ക് വാസ്തവത്തിൽ അതുകൊണ്ട് സംഭവിച്ചത് നമ്മൾ എത്ര അഭിമാനപൂർവ്വം ഇത് കേരളമാണ്, ഇത് കേരളമാണ് ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കേരളമാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ശ്രീനാരായണ ഗുരു ഒക്കെ വന്ന്
നമ്മുടെ സാമൂഹ്യ ഘടനയും ചിന്താരീതിയും ഒക്കെ മാറ്റിമറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റവും പുതിയ എന്താ പറയുന്നത് സാമൂഹ്യ മാറ്റങ്ങളുടെ ഒരു വലിയൊരു വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ഈ സമൂഹം ഒരു മതേതരമായിട്ട് വിഭാവനം ചെയ്യുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിന് ശേഷം നമ്മൾ നേരം ഇത് കേരളമാണെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ടിരുന്ന കേരളം അവസാനം എത്തി നിൽക്കുന്നത് മതേതര കേരളം എന്നുള്ള അവസ്ഥയിൽ നിന്ന് അത് മതകേരളത്തിലേക്ക് മാറി എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. യുക്തിവാദികളുടെ പ്രവചനവും ഭരിക്കുന്നു മനസ്സിലായി. സുരേഷ് ഗോപി ജയിക്കുന്ന ആകെ പ്രവചിച്ച ആള് രാജീവ്. വളരെ വ്യക്തമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചല്ലോ പെരുങ്ങോട്ടുകരയിൽ മെഷീൻ കൊടുത്ത കഥ. ഇതിങ്ങനെ പറയുമ്പോൾ ഈ പെൺകുട്ടികളായാലും ആണുങ്ങളായാലും അവരിങ്ങനെ ആളുകളോട് പറയണം മൗത്ത് ടു മൗത്ത് ഇയാളെ പറ്റിയുള്ള ഒരു വട്ടം അയാളത്തെ പലതവണ അതിലെ തോൽക്കുന്നത് സെൻറ്റിമെൻസാണ് അടിക്കുന്നത്. ഒരു തവണ ഒന്ന് ചെയ്താൽ എന്താണ് കുഴപ്പം എന്നുള്ള തരത്തിലുള്ള ഒരു ഗ്രൗണ്ട് വർക്കുകൾ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇങ്ങനെ നടത്തി പുള്ളി ജയിച്ചു. അതാ ശരി. അപ്പോൾ എന്തായാലും ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത ലിബറൽ 5 നമുക്ക് കാണാം.